വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ വളരെ നിർണായകമായ ബില്ലിൽ ഇന്ന് 4 മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ ബില്ല് പാസ്സാകണമെങ്കിൽ 360 അംഗങ്ങളുടെ പിന്തുണ വേണം. നിലവിൽ NDAക്ക് 293 അംഗങ്ങളുടെ മാത്രം പിന്തുണയാണ് ലോക്സഭയിൽ ഉള്ളത്. നിലവിലുള്ള സീറ്റുകളിൽ തന്നെ സംവരണം നടപ്പിലാക്കണം എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞു മാത്രം സംവരണം നടപ്പാക്കിയാൽ മതിയെന്ന കേന്ദ്ര സർക്കാർ നിലപാട് സ്ത്രീകളെ വഞ്ചിക്കുന്നതാണ് എന്നാണ് ആരോപണം. വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷ പ്രതിഷേധം ഫലം കാണുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരത് ലാൽ ചേർന്നു ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം. ശരത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ചയ്ക്ക് തീരുമാനമെടുത്തിരുന്നു. 10-12 മണിക്കൂർ ചർച്ച. ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ഈ 3-2 ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരില്ല എന്നുള്ള കാര്യം ഏവർക്കും ഉറപ്പാണ്. ഇപ്പൊ കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം എന്താകും? പ്രതിപക്ഷ നിലപാടിനൊപ്പം ചേരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി വ്യക്തമാക്കിയതുപോലെ തന്നെ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ സംവരണ ബില്ല് പ്രധാനമന്ത്രി തന്നെ പാസ്സാക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നാരീശക്തി സമ്മേളനം അടക്കം നടത്തിയിട്ടാണ് ഈ ബിൽ കൊണ്ടുവരുന്നത്. ഇത് രാഷ്ട്രീയ ലാക്കൌട്ടെയാണ് കൊണ്ടുവരുന്ന പ്രതിപക്ഷ ആരോപണം നിൽക്കെ തന്നെ ഈ ബില്ല് പാസ്സാക്കാനുള്ള ഉപാധിയാണ് പ്രതിപക്ഷം വെച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള 543 തന്നെ 33% സമ്മേളനം ഏർപ്പെടുത്തുക, അതായത് കൂടുതൽ സീറ്റില്ലാതെ തന്നെ നിലവിലുള്ള ലോക്സഭയുടെ അംഗസംഖ്യയിൽ 33% വനിതകൾക്ക് മാറ്റിവെക്കുക. ഇതാണ് വളരെ വലിയ ഒരു നിർദ്ദേശമായി പ്രതിപക്ഷം വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശത്തോടെ ഇതുവരെ സർക്കാർ പ്രതികരിച്ചിട്ടില്ല. സർക്കാർ പറയുന്നത് 50% കൂട്ടിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നതാണ്. സംസ്ഥാനങ്ങളെ അസന്തുലിതാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾക്കുള്ള MP-മാരുടെ എണ്ണം 50% കൂട്ടാം. വനിതകൾക്ക് 33% വരുമ്പോൾ 50% കൂട്ടിക്കൊണ്ട് ഈ അസന്തുലിതാവസ്ഥ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന വിഷയം. എന്നാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യത്തിലും ഇപ്പോൾ യാതൊരു സമവായവുമായിട്ടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ 3-2 ഭൂരിപക്ഷം NDA സർക്കാരിനില്ല. കാരണം 293 അംഗങ്ങൾ മാത്രമാണ് NDA സർക്കാരിനെ പിന്തുണക്കുന്നത്. ലോക്സഭയിൽ 360 ഉണ്ടെങ്കിൽ മാത്രമേ 3-2 ഭൂരിപക്ഷമുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും MP-മാർ കൂറുമാറിയും വോട്ട് ചെയ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. കാരണം പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. 4 മണിക്ക് ഈ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരും എന്ന് പറയാൻ കഴിയും. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. പറഞ്ഞ പോലെ 4 മണിയോടുകൂടി ഇക്കാര്യത്തിൽ എന്താകും നിലപാടെന്ന് അറിയാൻ കഴിയും. 4 മണിക്കാണ് ഈ വിഷയത്തിലെ വോട്ടെടുപ്പ്.